ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തിരഞ്ഞെടുപ്പ് കാലത്ത് ജാഗ്രത വേണമെന്ന ആരോഗ്യമന്ത്രി സർക്കുലർ ഇറക്കിയിട്ട് അധികമായില്ല. ആരോഗ്യരംഗം അപ്പാടെ തകർത്തെന്ന് പറഞ്ഞുള്ള പ്രതിഷേധത്തിന് കേരളത്തിലെമ്പാടും പഞ്ഞവും ഉണ്ടായിട്ടില്ല. സർക്കാരിനെ അടിക്കാൻ കിട്ടിയ വടി ഉപയോഗിക്കുകയായിരുന്നു പ്രതിപക്ഷം. പക്ഷേ സമരപരിപാടികളിൽ കോൺഗ്രസിന് ഭാവനാ ദാരിദ്ര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് വീണ ജോർജിന്റെ വീടിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട റീത്ത്, ഇന്നിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണവും. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ICUവിൽ കിടക്കുകയാണ്. അക്രമം ആര് ചെയ്താലും അത് അപലപനീയം തന്നെ, യാതൊരു സംശയവുമില്ല. കരിങ്കൊടിയുമായി KSU പ്രവർത്തകർ പാഞ്ഞെടുത്തപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയോ? ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത്രയും ആക്രമണ ചർച്ചകളിലേക്ക് വഴിമാറിയോ? ആസൂത്രിത ആക്രമണമാണ് ഇത്, കോൺഗ്രസിന്റെ ഹീനരാഷ്ട്രീയമാണ് ഇത് എന്ന് പറയുന്നു മുഖ്യമന്ത്രി. കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് CPIM മുന്നറിയിപ്പ് നൽകുന്നു. ആക്രമണം തുടർന്നാൽ കോൺഗ്രസുകാർ നിരത്തിലിറങ്ങില്ല എന്ന DYFI ഭീഷണി മുഴക്കുന്നു. മറുവശത്തോ KSUക്കാർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നത്. പ്രതിരോധത്തിലായ മന്ത്രിയുടെ രക്തസാക്ഷി പരിവേഷ ശ്രമമാണിതെന്ന് നേതാക്കൾ പറയുന്നു. പരുക്കേറ്റു എന്നത് വിശ്വസനീയമല്ല എന്ന് പറയുന്നത് KPCC അധ്യക്ഷനാണ്. ആരോഗ്യമന്ത്രിയുടെ അഭിനയമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് KSU. വാദവും പ്രതിവാദവും അവിടെ നിൽക്കട്ടെ. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ഉള്ളപ്പോൾ അക്രമാഹ്വാനങ്ങളും കയ്യാങ്കളിയും ഒന്നും രാഷ്ട്രീയ കേരളത്തിന് ഭൂഷണമല്ല. അബദ്ധമാണ് കാട്ടിയത് KSU, സംഭവിക്കാൻ പാടില്ലാത്ത അബദ്ധം. നില തെറ്റിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPMൽ നിന്നും M പ്രകാശൻ, KSU പ്രതിനിധി P മുഹമ്മദ് ഷമാസ്, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, RJDയിൽ നിന്നും സലീം മടവൂർ എന്നിവരാണ്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് ഷിബു മീരാനിലേക്കാണ് പോകുന്നത്. ഷിബു മീരാൻ, ഇന്ന് കണ്ണൂരിൽ നടന്ന സംഭവവികാസങ്ങളെ ലീഗ് അപലപിക്കുന്നുണ്ടോ? സ്മൃതി, ഇന്ന് കണ്ണൂരിൽ നടന്ന ഈ സംഭവം, നമ്മളിപ്പോ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റു, ആ പരിക്കേൽപ്പിച്ചത് KSUക്കാരാണ്. ആ നിലക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച മുഴുവൻ ഫ്രെയിം ചെയ്തു പോകുന്നത്. സ്മൃതി, ഒരാളെ പരിക്കേൽപ്പിക്കണമെങ്കിൽ മിനിമം ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരണം എന്നുള്ളത് ഞാനും സ്മൃതി ചർച്ചയിലിരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഞൊടിച്ച് പരിക്ക് വരുത്താൻ സമരം ചെയ്ത KSUക്കാർ ഡെലുവിലും ഒന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പോർച്ചിൽ വന്നിറങ്ങുന്നു, പിന്നീട് അവർ അകത്തേക്ക് നടക്കുന്നു. പൊടുന്നനെ KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രത്യക്ഷപ്പെടുന്നു. ആ വരുന്ന KSU പ്രവർത്തകർ അതേ നിമിഷം തന്നെ 10-30 അംഗം വരുന്ന പോലീസ് സേന വളഞ്ഞ്, എനിക്ക് മനസ്സിലാവുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പോർച്ചിലുള്ള ആദ്യത്തെ ബീമിലേക്ക് അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ പിറകിൽ ആരോഗ്യമന്ത്രി ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ഈ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ഈ സമരക്കാർക്ക് നേരെ നടന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് അവർ ഒച്ച ഇടുന്നുണ്ട്, ആരാണ് വരുന്നത് ചോദിക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് കയറി റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ അവർ നടന്നു പോകുന്നതിനിടയിൽ അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോട്, നിങ്ങളുടെ ഇവിടെ ക്യാമറയുമായി ഉണ്ടായപ്പോഴേ ഈ സമരം ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് പറഞ്ഞ് മെല്ലെ ചിരിച്ചവർ നടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ മുഖ്യമന്ത്രിയോടാണെന്ന് തോന്നുന്നു അവർ ഫോണിൽ സംസാരിക്കുന്നു, അവർക്ക് പരിക്ക് പറ്റി എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു നിലക്കും ഇത് KSU പ്രവർത്തകർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ പരിക്കേൽപ്പിച്ചു എന്ന് വിധി എഴുതാവുന്ന ദൃശ്യങ്ങളോ തെളിവുകളോ നമ്മുടെ മുന്നിൽ ഇല്ലാത്തിടത്തോളം നമ്മൾ അത്തരമൊരു വിധിയെഴുത്തിലേക്ക് പോകരുത്. കാരണം KSU പ്രവർത്തകരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളോ ഫോട്ടോകളോ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇവിടെ വളരെ ദൂരെയാണ് KSU പ്രവർത്തകരുള്ളത് എന്നുള്ളത് ദൃശ്യങ്ങൾ, എല്ലാ ചാനലുകളുടെയും ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ദൃശ്യം ഇല്ലാത്തിടത്തോളം അങ്ങനെ ഒരു വിധിയെഴുത്തിലേക്ക് നമ്മൾ പോകാൻ സമയമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ഇപ്പോൾ അപലപിക്കേണ്ടുന്നൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് അപലപിക്കേണ്ടത്? സമരത്തെയാണെങ്കിൽ ഞങ്ങൾ അതിനെ അപലപിക്കുന്നില്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നതിനിടയിൽ അവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അവരെ കടന്നു വരുന്ന റോഡ് ഞങ്ങൾ ഉപരോധിച്ചിട്ടുണ്ട്, ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, അദ്ദേഹം കരിങ്കോടി സമരത്തിന്റെ ഭാഗമായിട്ട് അവർ വരുമ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ CPMന്റെ പ്രവർത്തകരും പോലീസും ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അപലപിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ റിപ്പോർട്ട്, മരണപ്പെട്ടു പോയ ഒരാൾ 5 വർഷമായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വയറ്റിൽ കുടുങ്ങി മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിന് മരിച്ചതുപോലും അറിയാതെ ഹിയറിംഗിന്റെ നോട്ടീസ് കൊടുക്കുന്നു. ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി തകർക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങളുടെ ചോദ്യം ഹർഷീനയും ഉഷാ ജോസഫും നേരത്തെ മരണപ്പെട്ട അദ്ദേഹവും ഒക്കെ അവർ കത്രിക എടുത്ത് വിഴുങ്ങിയതാണോ എന്ന ചോദ്യം വരും. വേണു എന്നൊരാൾ തിരുവനന്തപുരത്ത് ആശുപത്രിയുടെ തണുത്തുറഞ്ഞ തറയിൽ കിടന്ന് പുറത്തുവിട്ട വോയിസ് ഞങ്ങൾ കേട്ടത് ഇതേ മാധ്യമങ്ങളിലൂടെയാണ്, എന്നെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ജസ്മീർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയും കേരളത്തിലെ ഒരു ആശുപത്രിയുടെ മുന്നിൽ
കൊണ്ടുവന്നിരുത്തിയിട്ട് ആ മനുഷ്യൻ എനിക്ക് 2 കുട്ടികളുണ്ടെന്ന് വാവിട്ട് കരയുന്നതും ഭർത്താവിനടുത്തേക്കും ആ ആശുപത്രിയുടെ ഗേറ്റിലേക്കും ഈ സ്ത്രീ മാറി മാറി ഓടുന്നതുമായ ദൃശ്യങ്ങൾ അത് നമ്മൾ വളരെ കൃത്യമായി നേരിൽ കണ്ടവരാണ്. ജസ്മീർ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആത്മഹത്യ ചെയ്തതല്ല. പുനലൂരിൽ നിയ ഫൈസൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്താണ് ഈ പേവിഷബാധയേറ്റ് മനുഷ്യർ മരിക്കുന്നത് നമുക്ക് പിന്നെ ഓർമ്മയിലുള്ളൂ. അങ്ങനെ ഒരു കുട്ടി മരണപ്പെടുന്നു, വാക്സിനേഷനിലെ പ്രശ്നമാണ്. എന്നാൽ കുടുംബം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ മുന്നിലാണ്. അപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെല്ലാം ഭദ്രമാണ് എന്ന് ചാനലുകൾ കാണുന്ന, വാർത്തകൾ വായിക്കുന്ന ആർക്കും പറയാൻ കഴിയാത്തിടത്തോളം ഈ സമരങ്ങൾക്ക് സാങ്കത്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായി എവിഡന്റായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ പരിക്കേൽപ്പിച്ചത് KSU പ്രവർത്തകരാണ് എന്ന് പറയാവുന്ന ഒരു കാര്യവും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. ഇനി ഇത് തുറന്ന് ആരോ സ്വിച്ചിട്ടതുപോലെ തിരക്കഥ ഈ സംസാരിക്കുന്ന നിമിഷം പോലും സ്മൃതി കേരളത്തിൽ ഉടനീളം പുതിയ യാത്രയുടെ ബാനറുകൾ നശിപ്പിക്കുന്നു, കോൺഗ്രസിന്റെ ബാനറുകൾ നശിപ്പിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ കൊടിയെ പിന്നെ കത്തിക്കുന്നു, വ്യാപകമായി പിന്നെ UDFന്റെ പ്രചരണ ബോർഡുകൾക്കെതിരെ കേരളത്തിൽ ഉടനീളം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവസരം കാത്തിരുന്നത് പോലെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകളെ ട്വിസ്റ്റ് ചെയ്യാൻ ആരൊക്കെയോ ബോധപൂർവം തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇന്നത്തെ സംഭവങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാനുള്ള ഞങ്ങളുടെ ന്യായം ഇവർ പറയുന്നത് പോലെ അത്തരമൊരു തെളിവോ ദൃശ്യങ്ങളോ ഇല്ല. ഈ കാഫർ സ്ക്രീൻഷോട്ടൊക്കെ ഒരു രാത്രി പുറത്തുവിട്ട് ദിവസങ്ങളോളം യൂത്ത് ലീഗിനെ മുൻമുലയിൽ നിർത്തിയവരാണ് ഈ CPMന്റെ സൈബർ സംവിധാനം. CPMന്റെ ഒരു സൈബർ അധോലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അധോലോകം തയ്യാറാക്കുന്ന സൈബർ രംഗത്തുനിന്ന് വന്ന ദൃശ്യങ്ങളല്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലല്ലോ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. മന്ത്രി തന്നെ പരാതി ഉന്നയിക്കുകയാണ്. മന്ത്രി ഇപ്പോൾ ICUയിലാണ്. ഞാൻ അതാണ് പറയുന്നത്. ശരി, മന്ത്രി ICUയിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സ്മൃതി, മന്ത്രിയുവിന് ICUയിൽ പോകാൻ മാത്രം പരിക്കേൽപ്പിച്ചത് KSU പ്രവർത്തകരാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന ദൃശ്യങ്ങളോ മറ്റ് വിഷ്വൽസോ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടോ? ഞങ്ങൾ കാണുന്ന ദൃശ്യങ്ങളിൽ ആരോഗ്യമന്ത്രിയോട് വളരെ ദൂരെയാണ്. 2 KSU പ്രവർത്തകർ എവിടെയുള്ളൂ? 10-40 പോലീസുകാരുണ്ട്. ശരി, P. മുഹമ്മദ് ഷമാസ്, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് തിരക്കഥ ഇട്ടതുപോലെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി സൈബർ ഇടങ്ങളിൽ നിന്ന് പ്രചരിക്കുന്ന ഈ കള്ളക്കഥ നേരത്തെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. വ്യത്യാസമുണ്ട്. മുഹമ്മദ് ഷമാസിലേക്ക് P. മുഹമ്മദ് ഷമാസ്, ഇത്തരം ഒരു അവസരം കാത്തിരുന്നത് പോലെ സൈബർ പട ചാടി വീഴുന്നു. അത് സ്വാഭാവികമല്ലേ? P. മുഹമ്മദ് ഷമാസ്, നിങ്ങൾ എന്താണ് ആരോഗ്യമന്ത്രിയെ ചെയ്തത്? എന്തായാലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സ്മൃതി. ഇവിടെ വളരെ കൃത്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് കണ്ണൂർ ജില്ലയിലെത്തിയ ആരോഗ്യമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായി. വഴി നീളെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അതിന്റെ ഏറ്റവും ഒടുവിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി എത്തുന്ന സമയത്ത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ്. നിങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്ന വിഷ്വലിൽ വളരെ കൃത്യമാണല്ലോ. കരിങ്കൊടിയുമായി പ്രതിഷേധം നടത്തുന്ന KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനെയും മറ്റ് സഹഭാരവാഹികളായിട്ടുള്ള അക്ഷയും ഉബാസും യാസിനും ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ്. ഈ പറഞ്ഞ 5 KSU പ്രവർത്തകരുടെ KSUവിന്റെ ഭാരവാഹികൾക്കിടയിൽ 50-ലധികം പോലീസ് സംവിധാനമുണ്ട്. ഇതിനെല്ലാം ഷോ കാണിക്കുന്ന നോക്കൂ, 5 KSUക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയും, റെയിൽവേ സ്റ്റേഷൻ മന്ത്രിക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സ്ഥലത്ത് 5 KSUവിന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായിട്ടുള്ള ആളുകളാണുള്ളത്. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തില്ല. ഈ 5 പേരെ ഞാൻ പറഞ്ഞ 50-ലധികം പോലീസ് സംവിധാനം അവിടെ നിൽക്കെ മന്ത്രിക്ക് വലയം ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ മന്ത്രിയാണ് പെർഫോമൻസ് കാണിക്കുന്നത്, മന്ത്രിയാണ് ഷോ കാണിക്കുന്നത്. അല്ല, നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അതാണ്. ഷമാസ്, എനിക്ക് കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ഷമാസ് ആ സമയത്ത് ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. കാരണം കരിങ്കൊടി എന്നുള്ളത് അപ്രതീക്ഷിത പ്രതിഷേധമാണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു രീതി. അപ്പോൾ 50 പോലീസുകാരുണ്ടാകാം, 30 പോലീസുകാരുണ്ടാകാം. പക്ഷെ പെട്ടെന്ന് ചാടി വീഴുകയാണ് കരിങ്കൊടി പ്രതിഷേധത്തിന്റെ രീതി. ഇതിപ്പോൾ മന്ത്രിയുടെ വാഹനം പോവുകയാണെങ്കിൽ റോഡിലേക്ക് ചാടി വീഴുന്നു, അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഈ 5 പ്രവർത്തകർ എവിടെ വെച്ചാണ് ഈ കരിങ്കൊടി കാണിക്കുന്നത്? ഈ റെയിൽവേ സ്റ്റേഷൻ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? വളരെ കൃത്യമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിലാണ് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ഇടത്തു വെച്ചാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലീസ് വലയത്തോടുകൂടി കടന്നു വരുന്ന മുഴുവൻ പോലീസുകാരും അകമ്പടി സേവിച്ച് കടന്നു വരുന്ന ഈ പറയപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്
കരിങ്കൊടി കാണിക്കുന്നത്. അങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോൾ ഏതെങ്കിലും ചാടി വീഴേണ്ട സാഹചര്യമില്ല. വാഹനത്തിൽ വരുന്ന മന്ത്രിയല്ല, മറിച്ച് കൃത്യമായ എല്ലാ പോലീസ് സംവിധാനം, ഒരു കൃത്യമായ ഒരു പ്രതീകാത്മക പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം മാത്രമാണ് അവിടെ ഇറങ്ങിയിരുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മന്ത്രിയെ കഴുത്തിന് പിടിച്ച് തള്ളാൻ, മന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റെന്നൊക്കെ പറഞ്ഞ് വരുന്ന വാർത്തകളിൽ നിങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ എത്ര ദിവസം മുമ്പുള്ളതാണ് നിങ്ങൾക്ക് സാമാന്യ യുക്തിയിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഈ പറയപ്പെട്ട പരിക്ക്, മന്ത്രിയുടെ കൈക്കുള്ള പോറൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ പറയുന്ന മന്ത്രി കഴുത്തിന് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ICUവിൽ കിടക്കുന്നതെന്ന് പറയുന്നു. സ്മൃതി, ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയട്ടെ. നിങ്ങളുടെ തന്നെ ചാനൽ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ, നിങ്ങൾ തന്നെ കാണിക്കുന്ന ദൃശ്യങ്ങൾ പറയുന്നത് പോലെ വളരെ കൃത്യമായി ഈ പറയപ്പെടുന്ന, സ്മൃതി, എനിക്ക് തടസ്സം നേരിടുന്നതിൽ ഒരു സന്ദർഭം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചർച്ച തത്സമയം നടക്കുന്ന സമയത്ത് തന്നെ കണ്ണൂരിൽ ഈ പറഞ്ഞ സമരം നാടകത്തിന്റെ പേര് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊരു വിഷയത്തിലേക്ക്, അതായത് ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് അക്രമം നടത്താനുള്ള നീക്കവുമായി ഈ സമരാഭാസ്, ഈ നാടകത്തിന്റെ പേരിൽ, മന്ത്രി നടത്തിയ നാടകത്തിന്റെ പേരിൽ ഈ പറഞ്ഞ പ്രകോപനവും മുദ്രാവാക്യവുമായി DCC ഓഫീസ് ആക്രമിക്കാൻ ഉൾപ്പെടെ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഒരു വശത്ത് എന്താണ് ഇതുവഴി CPM ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി കൂടെ കാലക്കൂട്ടി ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ തിരിച്ച് കേരളത്തിലൊരു കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ പറഞ്ഞ ആശുപത്രി അഡ്മിറ്റ് ആവൽ നാടകം, ICUവിൽ ആവൽ നാടകം കളിച്ചത്? മന്ത്രി വീണ ജോർജ് ഈ പറഞ്ഞ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ പ്രതിഷേധത്തിന് ശേഷം കൈവീശി എനിക്ക് നടന്നു പോകണമെന്ന് മാധ്യമങ്ങളുടെ ക്യാമറകൾ ഉൾപ്പെടെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹം പോലീസുകാരെ കൊണ്ട് നീക്കി കടന്നുപോയല്ലോ. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അവിടെ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള സ്പീക്കർ AN ഷംസീറിനെ കണ്ടുമുട്ടിയപ്പോഴാണല്ലോ വീണ ജോർജിന് പെട്ടെന്ന് കഴുത്തുവേദനയും കൈക്ക് പരിക്കും ഒക്കെയായി മാറിയത്. വളരെ കൃത്യമായി ആധികാരികമായി തന്നെ പറയുകയാണ്, ഇക്കാര്യത്തിൽ സ്പീക്കർ AN ഷംസീറിന്റെ കൂടെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ഒത്താശയോടുകൂടി കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വീണ ജോർജിന് പരിക്ക് പറ്റിയെന്നുള്ള രീതിയിലുള്ള വാർത്ത പ്രചരിക്കപ്പെട്ടതും കൃത്യമായി ഈ പറഞ്ഞതുപോലെയുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ICUവിലാവുന്ന രീതിയിലേക്കുള്ള നാടകങ്ങൾ അരങ്ങേറിയതും ഏതെങ്കിലും തരത്തിൽ കൃത്യമായി ഒരു ആരോപണം വെറുതെ ഉന്നയിക്കുന്നതല്ല. ശരി, വളരെ ആധികാരികമായി തന്നെ സ്പീക്കർ AN ഷംസീറിന്റെ ഫോണിൽ നിന്നാണ് മുഖ്യമന്ത്രിക്ക് ഫോൺ പോകുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു കൊടുക്കുന്നത് സ്പീക്കർ AN ഷംസീറിന്റെ ഫോണിൽ നിന്നാണ്. അതുകൊണ്ട് എന്താണ് ഒരു അക്രമ സംഭവം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി അറിയിക്കുന്നു, ആ ഫോൺ കൈമാറുന്നു, അതിലെന്താണ് അസ്വാഭാവികത? ഏത് അക്രമ സംഭവം? മുഖ്യമന്ത്രി ജില്ലയിലുണ്ട്. പറയുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു പോറൽ പോലും കണ്ണൂരിലെ KSUവിന്റെ പ്രതിഷേധത്തിന്റെ ഏറ്റിട്ടില്ല. ശരി, ഒരു പരിക്കും പറ്റിയിട്ടില്ല, കഴുത്തിനും പരിക്ക് പറ്റിയിട്ടില്ല, കൈക്കും പരിക്ക് പറ്റിയിട്ടില്ല, ഒരു പരിക്കും പറ്റിയിട്ടില്ല. ശരി, ശ്രീ M പ്രകാശൻ നടന്നു പോയാൽ എങ്ങനെ ICUവിലായി? ശരി, ശ്രീ M പ്രകാശൻ, ആരോഗ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിൽ ICUവിലാണ്. ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ വരാം ഷമാസ്. ശ്രീ M പ്രകാശൻ, വരാം ഷമാസ്. പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുപോയ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോൾ ICUവിലായി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ, കഴുത്തിന് പരിക്കെന്നല്ലേ പറഞ്ഞത്? കഴുത്തിന് പരിക്കെന്നല്ലേ പറഞ്ഞത്? വരാം ഷമാസ്. ശ്രീ M പ്രകാശൻ, ആരോഗ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിലാണ് കണ്ണൂരിൽ. വരാംന്നേ, ഒന്ന് ബാക്കി പ്രതികരണങ്ങൾ കൂടി എടുക്കട്ടെ. ശ്രീ M പ്രകാശൻ, അങ്ങ് പോയി കണ്ടിരുന്നു ആരോഗ്യമന്ത്രിയെ. എവിടെയൊക്കെയാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്ക്? സ്മൃതി, ഒരു നിമിഷം ഈ ഓഫീസിനകത്തേക്ക് അക്രമകാരികൾ കയറിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ആരോഗ്യമന്ത്രിക്കെതിരെ KSU നടത്തിയിരിക്കുന്ന ആക്രമണം സംബന്ധിച്ച ചർച്ച ചെറിയ ബേജാറൊന്നുമല്ല KSUവിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പ്രക്ഷോഭങ്ങളെ ഒന്നും ഭയക്കുന്ന ആളുകളല്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങൾ അന്യായങ്ങൾക്കെതിരെ എല്ലാ സന്ദർഭങ്ങളിലും പ്രക്ഷോഭം നടത്തുന്നവരാണ്. പക്ഷെ പ്രക്ഷോഭത്തിൻ്റെതായ രീതികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു മന്ത്രിയുടെ വീട്ടിൽ കയറി അവിടെ റീത്ത് വെച്ച ഒരു സമരം നമ്മൾ ഈ കേരളത്തിൽ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടൊരു കാര്യമല്ലല്ലോ. ഒരു സ്ത്രീയായ ഇവിടെ ഇപ്പൊ ചർച്ചയാണല്ലോ നടക്കുന്നത്, വേറെ എവിടെയെങ്കിലും നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച കാര്യമല്ലല്ലോ. ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു മന്ത്രിയെ പിടിച്ച് തള്ളി അവരെ വ്യക്തിപരമായി ഒരു സാഹോദര്യബോധം വേണമല്ലോ. M പ്രകാശൻ, ഇപ്പോൾ നടന്ന അക്രമ സംഭവങ്ങളെ അപലപിക്കുന്നുണ്ടോ?
ഇതിൽ ഞാൻ പറയുന്നത് മാധ്യമം ഒരു മര്യാദ കാണിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ആ സംഭവത്തിന് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചാൽ പോരെ. നിങ്ങളെന്തിനാ മന്ത്രിക്ക് നേരെയുള്ള ആക്രമണം വിഷയമായിട്ട് എടുക്കുന്നത്? ഒരു മര്യാദ ഉണ്ടാവേണ്ടത്. നിങ്ങളിപ്പോൾ അരമണിക്കൂറായി ചർച്ച, നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇരിക്കുന്ന ഓഫീസിൽ നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ അയാൾ പാർട്ടി ഓഫീസറല്ലേ, ഇരിക്കട്ടെ എന്ന്. അതുകൊണ്ടെന്താ ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പോ ഈ സംഭവം സംബന്ധിച്ച് അരമണിക്കൂറായി ഇവിടെ ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ അരമണിക്കൂർ നേരം എന്താണ് നടന്നിരിക്കുന്ന കാര്യം? മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും CPM-കാരെയും DYFI-കാരെയും SFI-കാരെയും തെറി പറഞ്ഞ് അത് മുഴുവൻ കേൾപ്പിക്കലും കഴിഞ്ഞിരിക്കുന്നേ. അതിനും ഞാൻ മറുപടി ശ്രമിച്ചാലോ? വൃത്തികേടൊരു അതിരുമാണ് കേട്ടോ. ഞങ്ങളുടെ വാഹനത്തിന് നേരത്തും കല്ലേറുണ്ടായിരിക്കുന്നു ശ്രീ പ്രകാശൻ, മിണ്ടാതിരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. അത് നിങ്ങൾ വേറെ നടത്തിക്കോ, വേറെ നടത്താനോ? ഈ ചർച്ചയ്ക്കിടയിലാണ് ആക്രമണം ശ്രീ പ്രകാശൻ. നിങ്ങൾ ചർച്ച വിളിച്ചേ. നോക്കൂ, ഈ ചർച്ചയിൽ ഇരിക്കുന്ന വ്യക്തി ഇരിക്കുന്ന ഓഫീസ് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടിൽ നിന്ന് അടിക്കുക? നിങ്ങൾ ആയിക്കോട്ടെ, അത് നിങ്ങൾ വേറെ ആയിക്കോ. അതെങ്ങനെ വേറെ ആവുക? ചർച്ചയുടെ ചെലവിൽ കോൺഗ്രസ്സുകാർ തെറി പറയുന്നത് ഞാൻ കേട്ടിരിക്കണോ? എന്ത് തെറിയാണ് കേട്ടത്? അരമണിക്കൂറായാലും തെറി പറയുന്നേ. എന്ത് തെറിയാണ് കേട്ടത്? അരമണിക്കൂർ നേരമല്ല തെറി പറയുന്നേ. എന്ത് തെറിയാണ് കേട്ടത് ശ്രീ പ്രകാശൻ? എന്ത് തെറിയാണ് അങ്ങ് കേട്ടത്? തമ്മാടികളിൽ നിന്നും തെണ്ടികളിൽ പിന്നെ കല്ലും വടിയുമായിട്ട് വന്നവർ കല്ലും വടിയും ഞങ്ങളുടെ വാഹനത്തിന് നേർക്കും എറിഞ്ഞു ശ്രീ പ്രകാശൻ. ആരോഗ്യമന്ത്രിയെയും SFI-യെയും ഞാൻ പറയട്ടെ, ഞാനിപ്പോ അതിന് മറുപടി പറഞ്ഞാല് കോൺഗ്രസിന്റെ ഓഫീസ് ഞങ്ങൾ എന്ത് വില കൊടുത്ത് പിന്നെ ഞങ്ങൾ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ഞാൻ എതിരേറ്റ് പറഞ്ഞാലോ? ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ തോട്ടാൽ വിടില്ല എന്ന് ഞാൻ പറഞ്ഞാലോ? അതാണ് സംഭവിച്ചത്. നിങ്ങൾ ചർച്ചക്കാ വിളിച്ചത്. അത് ആയിക്കോട്ടെ, അത് നിങ്ങൾ വേറെ ചർച്ച ചെയ്തോ? അതെങ്ങനെ വേറെ? നോക്കൂ, നമ്മുടെ ചർച്ചയിൽ ഒരാൾ പങ്കെടുക്കുകയാണ്. അയാൾ പങ്കെടുക്കുന്ന സ്ഥലത്തേക്ക് കല്ലുകൾ വന്ന് വീഴുകയാണ് ശ്രീ പ്രകാശൻ. നിർവികാരമായി എങ്ങനെയാണ് നമുക്ക് ഈ ചർച്ച തുടരാനാവുക? ചർച്ചക്കടി വിമാനാപകടമൊന്നും അല്ലല്ലോ, ചർച്ചക്കടി വിമാനാപകടം അല്ലല്ലോ നിർത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ഈ പരിക്കിന്റെയും ആക്രമണത്തിന്റെയും തീവ്രത അളക്കുന്നത് ശ്രീ പ്രകാശൻ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ച, ഞാൻ ചോദിക്കുന്ന സ്മൃതി, 1 മണിക്കൂറാണ് ഈ ചർച്ച, 35 മിനിറ്റായി. ഈ 35 എന്തായി 35 മിനിറ്റ് നടന്നത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നേ? നിങ്ങൾ ഓഫീസിൽ വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നേ. നമ്മൾ ആ വിഷയം തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ആ വിഷയത്തിലാണ് അവിടെ SFI പ്രതിഷേധം നടത്തിയത്. അത് അക്രമ സംഭവത്തിലേക്ക് മാറിയിരിക്കുന്നത് ശ്രീ പ്രകാശൻ. ഞാൻ ഏതിനാ മറുപടി വരേണ്ടത്? ആദ്യം അക്രമ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഏറ്റവും ഒടുവിലുണ്ടായ സംഭവത്തോട് പ്രതികരിക്കും. അതിനുശേഷം ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ അങ്ങയോട് ചോദിക്കുകയായിരുന്നല്ലോ, ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നോ, എവിടെയാണ് പരിക്ക്? ഇതല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ നിങ്ങളെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളൊന്നുമല്ല ഞാൻ. സ്മൃതി, ഞാൻ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളൊന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നിങ്ങൾ അരമണിക്കൂറായി ഞങ്ങളെ തെറി പറയിക്കുന്നു, നിങ്ങളെ മൈക്കും വെച്ചിട്ട്. പിന്നെ ഞാനിതിന് മറുപടി എന്ന് പറയാനാ ആ സംഭവം നടന്നതെന്ന് എനിക്കറിയോ? നിങ്ങൾ പിന്നെ അവിടെ പ്രതികളെ ഒളിപ്പിച്ചിട്ട് അവിടേക്ക് വന്നാണെങ്കിലോ അങ്ങനെ ഉണ്ടാവാലോ? എന്തൊക്കെ വൃത്തികേട് കാണിക്കുന്നത് ചർച്ചയുടെ പേരിൽ. നിങ്ങൾക്ക് ഞങ്ങൾ അധിക്ഷേപിക്കേണ്ട താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ആവരുത്. 1 മണിക്കൂർ ചർച്ചയ്ക്ക് 35 മിനിറ്റായി ആണ് ഞങ്ങളെ ആക്രോശിക്കുന്നത്, ഞങ്ങൾക്കെതിരായിട്ട്. സമയം പോയതാണ് പ്രശ്നമെങ്കിൽ അങ്ങേക്ക് ആവശ്യത്തിന് സമയം തരാം ശ്രീ പ്രകാശൻ. അങ്ങേക്ക് പറയാം, ആരോഗ്യമന്ത്രിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട അങ്ങ് നേരിട്ട് കണ്ട കാര്യം അങ്ങ് പറയൂ. ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നു, ഞാൻ ചോദിച്ചതാണല്ലോ, ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നോ, എവിടെയാണ് പരിക്ക്? ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇന്നു വരെ നടക്കാത്ത രൂപത്തില് ഭരണം നഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രയാസം കൊണ്ട് കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകൾ ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ്, VD സതീശന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന SFI-കാരെ പിന്നെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കൂടെ എടുപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, KSU എന്താ ഇതിനകത്ത് കാര്യം? KSU ആണോ ഈ പിന്നെ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ സംബന്ധിച്ച് സമരം ചെയ്യേണ്ടത്? ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് 50ഓളം കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പിന് അവാർഡ് കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലം. എന്നിട്ട് ആരോഗ്യമന്ത്രിയെ മോശമാക്കാൻ അവരുടെ വീട്ടിനകത്തേക്ക് തള്ളിക്കയറുക, അവരുടെ വീട്ടിൽ കൊല്ലുമെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് റീത്ത് വെക്കുക, ആരോഗ്യമന്ത്രിയെ കാര്യം ആക്രമിക്കുക, എന്നിട്ട് അക്രമം നടന്നിട്ടില്ല എന്ന് പറയുക. ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടന്ന് ചർച്ച ചെയ്യുന്ന ആരോഗ്യമന്ത്രിക്കായിരുന്ന ആക്രമണമല്ലേ? അതിന് പറഞ്ഞ അക്രമം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടായിട്ട് എന്താ കോൺഗ്രസിന്റെ നിലപാട്, ലീഗിന്റെ നിലപാട് എന്താ? ഇത് ന്യായീകരിക്കുകയല്ലേ? ഇവിടെ ഇപ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന അക്രമം എന്നാലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അന്ന് ആ അക്രമത്തെ അപലപിച്ച പാർട്ടിയെ CPM. അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ്
അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇക്കാര്യത്തിൽ അംഗീകരിക്കുന്നില്ല. അന്ന് പിണറായി വിജയൻ പ്രസംഗിച്ച അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ശ്രീ എം പ്രകാശൻ, അന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? കേൾപ്പിക്കണോ? ഒന്ന് കേൾക്കാം. ഒന്ന് കേൾക്കൂ. ഞാൻ VS പറഞ്ഞ കാര്യമാണല്ലോ പറഞ്ഞേ. ആയിക്കോട്ടെ. അന്ന് പിണറായി വിജയൻ ആരാണ്? അന്നത്തെ കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന CPM അധിക്ഷേപിക്കാൻ എന്ത് കിട്ടിയാലും നിങ്ങൾ വാർത്തയാക്കും. അങ്ങനെയല്ല. നോക്കൂ, ഒരു സംഭവത്തെ അപലപിക്കുകയാണോ എങ്ങനെയാണ് പരിഹസിക്കുകയാണോ ചെയ്യുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഒരു ദൃശ്യമുണ്ട് എങ്കിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ KSUവിന്റെ പ്രവർത്തനം ഈ ചെയ്തതിനെ അപലപിക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എന്നുള്ള രൂപത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ തെളിവായില്ല. വരട്ടെ ദൃശ്യങ്ങൾ എന്നുള്ള ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും അടിച്ചു, നിങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് തെളിവായിട്ട് ഫോട്ടോ ഉണ്ടെന്ന് എഴുതുക. എനിക്ക് പോലീസിന്റെ കാവലില്ല ശ്രീ എം പ്രകാശൻ. എനിക്ക് 50 പോലീസുകാരുടെ അകമ്പടിയില്ല ശ്രീ എം പ്രകാശൻ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങള് ആ സംഭവം സംബന്ധിച്ച് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുമല്ലോ, എന്താണ് നടന്നിരിക്കുന്നത്, തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിലല്ലേ പോലീസ് കേസെടുക്കുള്ളൂ, അല്ലാതെ കേസെടുക്കുമോ? അതിന് അടിച്ച ആൾ പറയാണ് അടിച്ചിട്ടേ ഇല്ല, അടിച്ചതിന് ഫോട്ടോ ഉണ്ടോ, അടിച്ചതിന് വീഡിയോ. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ ശ്രീ എം പ്രകാശൻ, CCTV ദൃശ്യങ്ങൾ ഉറപ്പായിട്ടും അത് കിട്ടേണ്ടതാണ്, നമുക്കത് കാത്തിരിക്കേണ്ടതാണ്. പക്ഷേ പുറത്തു വന്ന ദൃശ്യങ്ങൾ നോക്കൂ, ഒന്ന് കേൾക്കൂ, അങ്ങ് ക്ഷമയോടൊന്ന് കേൾക്കൂ. നോക്കൂ ശ്രീ എം പ്രകാശൻ, ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി അപലപിക്കേണ്ട വിഷയം തന്നെ. ആരോഗ്യമന്ത്രി എന്നല്ല, ആർക്കെതിരെ ആക്രമണം ഉണ്ടായാലും അത് അപലപിക്കേണ്ടതാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ പുറത്തു വന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഒരു വശത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കാണുന്നത് ആരോഗ്യമന്ത്രി നടന്നു പോകുന്നു, നല്ല സമാധാനമായിട്ട് നടന്നു പോകുന്നു, പോലീസ് കൂടെയുണ്ട്. പക്ഷേ പെട്ടെന്ന് മന്ത്രി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കാൻ പോവുകയും പോലീസ് പ്ലീസ് എന്ന് പറഞ്ഞ മന്ത്രിയെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. പിന്നെ എവിടെ വെച്ചാണ് ഈ പരിക്കേറ്റതെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകുന്നില്ല. അത് വരട്ടെ, വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ ആ രൂപത്തിൽ തന്നെ KSUക്കാർക്കെതിരെ പ്രതികരിക്കും. ആ ദൃശ്യങ്ങളൊന്ന് കാണേണ്ടതുണ്ട് ശ്രീ പ്രകാശിനെ. എവിടെന്നെങ്കിലും ആ ദൃശ്യം വരട്ടെ. അന്വേഷിച്ചിട്ടല്ലേ പോലീസ് എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരാശുപത്രിയിൽ ഒരാളെ ഒരു പരിക്കുമില്ലാതെ കിടത്തി ICUലാക്കുവോ? അങ്ങനെ എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം ഒന്നുമല്ലല്ലോ ആശുപത്രി, അങ്ങനെ ആക്കുവോ? അല്ല, ഒരു പരാതി പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കേസെടുക്കുമല്ലോ. പരാതി പറയുമ്പോൾ അവിടെ പ്രതിഷേധത്തിനെത്തിയ ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പരാതി മന്ത്രിയുടേതാണ്, എങ്ങനെ അവഗണിക്കാനാവും? ഞാൻ ചോദിക്കുന്നത്, ഞാൻ പരാതി പറ്റിയല്ല പറയുന്നത്. ഒരാളെ ആശുപത്രിയിൽ പോയിട്ട് ഒരാളെ ICUലാക്കാൻ ഒന്നുമില്ലാതെ ICUലാക്കുവോ? അറിയില്ല ശ്രീ എം പ്രകാശൻ. അതാണ് ന്യായം. അതിനൊക്കെയുള്ള സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ അതിനൊക്കെയുള്ള സംവിധാനമുണ്ട് ശ്രീ എം പ്രകാശൻ. മന്ത്രി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. മന്ത്രി അവിടെ ഇരുന്ന ശേഷമാണ് കഴുത്തുവേദന പറയുന്നത്. ഒരുപക്ഷെ കഴുത്തിന് തള്ളു സംഭവിച്ചിട്ടുണ്ടാകാം, ആ ഉന്തിലും തള്ളിലും സംഭവിച്ചിട്ടുണ്ടാകാം, നമുക്കത് അറിയേണ്ടത്. ഞാൻ ചോദിച്ചതല്ലേ, അങ്ങ് മന്ത്രിയെ കാണാൻ പോയിരുന്നോ, എവിടെയാണ് പരിക്കെന്ന് ഞാൻ ചോദിച്ചത് കൊണ്ടാണ്. അത് അങ്ങ് മറുപടി പറഞ്ഞില്ല, അങ്ങ് കണ്ടിരുന്നു. ഞാൻ മറുപടി കാര്യമില്ലല്ലോ. അല്ല, അങ്ങ് കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങ് കണ്ണൂരിലല്ലേ ഉള്ളത്? മന്ത്രിയെ പരിശോധിച്ചതിന് ശേഷമാണല്ലോ ICUലാക്കുക. ICUലാക്കുക. ICUവിൽ വെറുതെ ഒരാളെ ആക്കോ? എന്നിട്ട് സംഭവം നടന്നിട്ടേ ഇല്ല, മന്ത്രി അഭിനയിക്കുകയാണ്, നാടകക്കാരിയാണ്, ആ നാടകം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഷംസീറും. ഈ വൃത്തികേടെല്ലാം പറയാൻ നിങ്ങൾ അനുഭവിച്ചല്ലോ. നിങ്ങൾ ഈ വൃത്തികേടെല്ലാം പറയുന്നതിന് അനുഭവിച്ച ഞാനിപ്പോ അവരോട് വരണ്ടേ? നാടകം എന്ന് പറയുകയാണെങ്കിൽ അങ്ങൊരു പ്രതികരണം കേട്ടു പോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതികരണം അങ്ങ് കേട്ടു പോകണം. 2013 ഒരു പ്രതികരണം കേട്ടു പോകണം. ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാം പ്ലീസ്. കേൾക്കൂ. ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠെം ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? ഈ പ്രതികരണത്തെ എന്തായിട്ടാണ് അങ്ങ് വിശേഷിപ്പിക്കുക ശ്രീ എം പ്രകാശ്? ഈ പ്രതികരണം 101% ശരിയാണ്. അന്ന് ആ സംഭവത്തിന്റെ അവിടെ ഞങ്ങൾ കണ്ണൂരിലുണ്ട്. ഒരാളുടെ നെഞ്ചത്ത് ഒരു കല്ല് കൊണ്ടിട്ട് അത് തെറിച്ച് കാറിന്റെ മേലെ വീണ് കാറിന്റെ ചില്ല് പൊളിയുമെന്ന് പറഞ്ഞാൽ അത് ചോറ് തിന്നാക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആണോ? 88-ാം പ്രതി ദീപക് ചാരാടിന് 3 വർഷവും 18-ാം പ്രതി COT നസീറിന്
99-ാം പ്രതി ബിജു പറമ്പത്തിന് 2 വർഷം വീതം തടവ് ലഭിച്ച ഉത്തരവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു നാടകത്തിന് ലഭിച്ച ശിക്ഷയാണോ അത്? ഞാൻ മുഖ്യമന്ത്രി അതിനെ പറ്റിയൊന്നല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് ആ സംഭവത്തെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ വിശദീകരിച്ച കാര്യത്തെ കുറിച്ചാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അതേന്ന് പിണറായി അതിലാണ് എനിക്ക് മനസ്സിലാവൂലേ? നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ 101% ശരിയാണ്. ഒരാളുടെ നെഞ്ചത്ത് കല്ല് കൊണ്ടിട്ട് ആ കല്ല് തട്ടി തെറിച്ച് കാറിന്റെ ചില്ലിന്റെ മേലെ പോയി അത് പൊട്ടുമെന്ന് ചോറ് തിന്നൊരാൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അതാ അന്ന് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ പിന്നെ കോടതി ശിക്ഷിച്ചതോ? കോടതി ശിക്ഷിച്ചതോ? കല്ലേറിന്റെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നതല്ലേ? കോടതി ശിക്ഷിച്ചായിരുന്നല്ല. അന്ന് കല്ലേറിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലേ? ശിക്ഷിച്ചത് കല്ലേറ് നടത്തിയതിന്റെ പേരിലാണ്. ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിന് കൊണ്ടതിന്റെ പേരിലല്ല. അല്ല, പദത്തേമത്തിനല്ല ശിക്ഷിച്ചത്. കല്ലേറിന് 2 വർഷമൊക്കെ ശിക്ഷ അല്ലേ? ഉമ്മൻചാണ്ടി എവിടേക്കെങ്കിലും കല്ലേറിന് 2 വർഷം ശിക്ഷ കോടതി കൊടുത്തിരിക്കുന്ന അന്ന് കോടതി കൊടുത്ത മറുപടികൾ കോടതിയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ അന്ന് പോലീസ് അദ്ദേഹത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു ഹാജരാക്കി. ഖദർ കുപ്പായം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് നിങ്ങൾ റെക്കോർഡ് നോക്കണം. ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്റെ ഷർട്ടല്ല, ഞാൻ ആ സമയത്ത് ഇതെല്ലാം ധരിച്ചത്. അന്നത്തെ പോലീസുകാർ കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ് ആ കാര്യമെന്ന് വിധിന്യായത്തിനുണ്ടല്ലോ. വസ്ത്രത്തെ കുറിച്ചുള്ള നമ്മുടെ തർക്കം കല്ലെറിഞ്ഞോ പരിക്കേറ്റിരുന്നോ എന്നുള്ളതാണല്ലോ. അന്ന് ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഞാൻ പറയട്ടെ ആ സംഭവത്തെ അപലപിച്ച പാർട്ടിയാണ് CPM. ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് ഇതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റെ പ്രതികരണമാണ് ഞാൻ കാണിച്ചത്. പിണറായി വിജയന്റെ പ്രതികരണമാണ് ഞാൻ കാണിച്ചത്. അന്നും അത് വധശ്രമമായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് കേട്ടോ. അന്നും അത് വധശ്രമമായിട്ട് തന്നെയാണ്. ഇരുമ്പുവടി, കല്ല്, മരവടി എന്നിവ കൊണ്ട് എറിഞ്ഞു പരിക്കേൽപ്പിച്ചു. എല്ലാ സ്മൃതി ഞാൻ പറഞ്ഞിരിക്കുന്നത് സഖാവ് പിണറായി പറഞ്ഞ കാര്യം ശരിയാണെന്നാണ്. ഒരു കാരണവശാലും സഖാവ് പിണറായി വിജയനും സഖാവ് VS-ഉം ഒരുപോലെ ശരിയാവുന്നത് എങ്ങനെയാണ്? എന്നെ നിങ്ങൾ വിചാരണ ചെയ്യല്ല. ഞാൻ പറഞ്ഞത് ആ സംഭവത്തെ CPM അപലപിച്ചിട്ടുണ്ട്. പാർട്ടി CPM നിലപാടല്ലേ ഞാൻ പറയുന്നേ. ആ സംഭവത്തെ CPM അപലപിച്ചിട്ടുണ്ട്. ഇപ്പോ റീത്ത് കൊണ്ടുവച്ചതിനെ അപലപിക്കുന്നില്ല. നോക്കൂ, റീത്ത് വെക്കുന്ന പ്രതിഷേധം ഇവിടെ SFI നടത്തിയിട്ടില്ലേ? റീത്ത് വെച്ച പ്രതിഷേധം ഇവിടെ SFI നടത്തിയില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ വീടിന് മുന്നിൽ റീത്ത് വെച്ചു. അത് പോട്ടെ പറയട്ടെ. വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ ഓർമ്മയില്ലേ? കോൺഗ്രസ്സുകാർ പറഞ്ഞ് ഞാൻ പറയല്ലേ സ്മൃതി. ഇതൊന്നും ഉണ്ടായിട്ടില്ലേ? സ്മൃതി, കോൺഗ്രസിന്റെ ഒരാളെ എത്തിയിട്ടുണ്ടല്ലോ. SFIക്കെതിരെയുള്ള കാര്യം അവര് പറയും. നിങ്ങൾ എന്തിനാ പറയുന്നേ? അല്ല, എനിക്കറിയുന്ന കാര്യം ഞാൻ പറയും. സ്മൃതി ചോദിക്കേണ്ട കാര്യം എനിക്കറിയുന്ന കാര്യം പറയും. നിങ്ങൾ സ്വീകരിച്ച സമരമാർഗങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ. അത് കോൺഗ്രസ്, നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന് വേണ്ടിയൊന്നും അങ്ങ് വ്യാഖ്യാനിക്കണ്ട. അവരോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത സമരമാർഗങ്ങളാണ്. നിങ്ങൾ അവലംബിച്ച സമരമാർഗങ്ങളാണ് ശ്രീ എം പ്രകാശൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേസ് ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ റീത്ത് വെച്ച കാര്യം പറയുമ്പോ SFIക്കാർ റീത്ത് വെച്ചിട്ടില്ലേ ചോദിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ല അല്ലേ? അത് ശരി, അതെനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ ചോദിക്കട്ടെ, അതെനിക്കറിയില്ല. നിങ്ങൾ എന്താ പറയണ്ടു? എന്ത് ചോദിക്കണം, ഏത് വാർത്തയിലേക്ക് പോകണം, എത്ര നേരം ഒരു വാർത്തയിൽ നിൽക്കണം, എല്ലാം നിശ്ചയിക്കാൻ നിങ്ങളുണ്ടല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങേ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. അങ്ങ് എല്ലാ ഘട്ടങ്ങളിലും പറയാറുണ്ടല്ലോ CPM ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും എതിരാളികൾ. അങ്ങനെയല്ല. ഞാൻ അങ്ങയുടെ കൂടെ സലീം മടവൂർ കൂടിയുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോയിട്ടേ ഇല്ല. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നു. ശ്രീ സലീം മടവൂർ, RJD പ്രതിനിധി. സലീം മടവൂർ, ഇന്നുണ്ടായ അക്രമ സംഭവങ്ങൾ ആരാക്രമിക്കപ്പെട്ടാലും അത് അപലപിക്കപ്പെടേണ്ടതാണ്. പക്ഷെ പുറത്തു വന്ന ദൃശ്യങ്ങൾ അങ്ങേക്ക് ബോധ്യമാക്കി തന്നത് എന്താണ് ശ്രീ സലീം മടവൂർ? അല്ല, ഇവിടെ ഒന്നാം പിണറായി ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റിൽ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം അന്നത്തെ ആരോഗ്യ വകുപ്പിന്റെ സ്തുത്യർഹമായ പ്രവർത്തനമാണെന്ന് UDF തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആരോഗ്യ വകുപ്പിന്റെ വളരെ നല്ല പ്രവർത്തനം, കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി നേടിയ ആ പ്രവർത്തനങ്ങൾ, ആ രംഗത്തുണ്ടായിരിക്കുന്ന വലിയ പുരോഗതി, ആ പുരോഗതിയാണ് രണ്ടാം ഗവൺമെന്റ് വന്നതിന് കാരണമെങ്കിൽ ആരോഗ്യ വകുപ്പിനെ തകർക്കണം. അങ്ങനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അതിന്റെ മന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, അധിക്ഷേപിക്കുക,
അവരെ ഏത് തരത്തിലും കരിവാരി തേക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇവിടുത്തെ UDF-ഉം അതേപോലെ തന്നെ BJP-യും രണ്ടു കൂട്ടരും ഒരേപോലെ ഈ ഗവൺമെന്റ് വന്നത് മുതൽ ശ്രീമതി വീണ ജോർജിനെ അവരെ വ്യക്തിപരമായി ഹറാസ് ചെയ്യുന്നു. അവരെ എവിടെയൊക്കെ പോകുന്നു അവർക്കെതിരെ പോസ്റ്റർ, അവർക്കെതിരെ കരിങ്കൊടി, അവർക്കെതിരെ എന്തൊക്കെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ വളരെ തരംതാണ പ്രചരണം നടത്തിക്കൊണ്ട് അവരെ എങ്ങനെ ഏത് രൂപത്തിലും അവരുടെ വ്യക്തിത്വം ഇമേജിനെ ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ്. കത്രിക വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫും കത്രിക വയറ്റിൽ കുടുങ്ങിയ ഹർഷീനയും ഗൈഡ് വയർ കുടുങ്ങിയ സുമയെയും കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദുവും കൈ മുറിച്ചു മാറ്റപ്പെട്ട 9 വയസ്സുകാരിയായ വിനോദിനിയും ചികിത്സ വൈകിയപ്പോൾ മരണമൊഴി നൽകി മരിച്ച വേണുവും ചികിത്സ വൈകിയതോടെ ശ്വാസം മുട്ടി മരിച്ച ബിസ്മീനും കാഴ്ചശക്തി കാലിന് പരിക്കിന് തൃശൂർ ആശുപത്രിയിൽ പോയപ്പോൾ കണ്ണിലെ കൃഷ്ണമണി നീക്കം ചെയ്യപ്പെട്ട സനൂപും ഇവരൊക്കെ ആരുടെ പ്രതിനിധികളാണ്? ഇവരൊക്കെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ UDF-നൊപ്പം ചേർന്നവരാണോ? ഒരിക്കലല്ല. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇത് സ്വകാര്യ ആശുപത്രിയുടെ കണക്ക് പുറത്തു വരാത്തത് കൊണ്ടാണ് വ്യാപകമായിട്ട് സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന അവയവ കച്ചവടം അടക്കമുള്ള വിവരങ്ങൾ ഈ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? ശ്രീ സലീം മടവൂർ, അങ്ങ് ഈ പാവങ്ങളിലേക്ക് കൂടി ഒന്ന് പോകുന്നേ. സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ പാകില്ലാത്ത പാവങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ, സ്മൃതി പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ സർക്കാർ ആശുപത്രി വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പൊ 3 മണിവരെ OP വളരെ നല്ല സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നു. ഡോക്ടർമാരുണ്ട്. രാത്രിയിൽ സർജറിയൊക്കെ നല്ല രൂപത്തിൽ എല്ലാ ആശുപത്രികളിലും നടക്കുന്നു. രോഗികൾക്ക് ഒരു ആശാകേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവമായ ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾക്കെതിരെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് അവർക്കെതിരെ നടപടിയെടുക്കുക. അവർക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ കേസെടുക്കുക, പോലീസ് നടപടിയെടുക്കണം, വകുപ്പ് തല നടപടിയെടുക്കണം, മറ്റു ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാതെ മന്ത്രി സ്വന്തം നിലക്ക് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം. ഇതൊക്കെ ഒരു ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളത് മന്ത്രിക്കും ഒരു ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഓരോ ആശുപത്രിയിലും പോയിട്ട് വീണ ജോർജിന് കാവലിരിക്കാൻ സാധിക്കുമോ? അപ്പൊ മന്ത്രി ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് നടപടി എടുത്തുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അവർ കർശനമായ നടപടിയെടുക്കുന്നു. ഇതിലൊക്കെ നടപടിയെടുത്ത മിക്ക ആളുകളും ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഈ ആശുപത്രികളിലൊക്കെ തന്നെ മാതൃകപരമായിട്ട് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു ആശുപത്രിയാണ്. അവിടെയൊക്കെ 3 മണിവരെ ഡോക്ടർമാർ ജോലി ചെയ്യുന്നു. ഇപ്പോൾ സമരത്തിന്റെ കാലത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ എല്ലാ ദിവസവും 3 മണിവരെ ആളുകൾക്ക് ചികിത്സ ലഭിക്കുന്നു. വലിയ പരിക്ക് പറ്റിയ ആളുകൾക്കൊക്കെ തന്നെ രാത്രിയിലൊക്കെ തന്നെ നന്നായി സർജറിയുടെ എണ്ണം കൂടുന്നു. ഇതൊക്കെ വളരെ നല്ല രൂപത്തിലാണ്. അല്പം പ്രയാസം ആശുപത്രികൾ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നേരിടുന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വ്യാപകമായി മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ അവിടെ അധ്യാപകർ വേണമെന്ന് ചിന്തിച്ചില്ല. അപ്പോൾ അവർക്ക് അധ്യാപകരെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് സീനിയറായ ഡോക്ടർമാരെ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഗവൺമെന്റ് നിർബന്ധിതരമാകുന്നു. അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ആരോഗ്യ മേഖലയിൽ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനം നടക്കുന്നു. ഈ മന്ത്രി വളരെ താരതമ്യേന ജൂനിയറായ മന്ത്രി, നേരത്തെ വളരെ സീനിയർ ആയിട്ടുള്ള ശ്രീമതി ടീച്ചറും അതേപോലെ തന്നെ ശൈലജ ടീച്ചർ, രണ്ടുപേരും അവരുടേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ മികച്ച മന്ത്രിമാരാണ്. ശ്രീമതി ടീച്ചറുടെ കാലത്താണ് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ NRHM പദ്ധതി മൂലം വളരെ മനോഹരമായ കെട്ടിടങ്ങൾ ആശുപത്രി രംഗത്ത്, വലിയ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയത്. ശരി, അതിൽ തർക്കമൊന്നുമില്ല. ശ്രീ സലീം മടവൂർ, അങ്ങ് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ പരിശോധിച്ച ഒരു വ്യക്തിയാണ് എന്ന കാര്യവും എനിക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ പേരുകൾ, ഈ പേരുകൾ എങ്ങനെയൊക്കെയാണ് ഇവർക്ക് പരിക്കേൽക്കുന്നത്, ഇവർക്ക് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ അനുഭവം എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് ചെറിയ സംഭവങ്ങളാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് അങ്ങ് കരുതുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 കൃഷ്ണമണികളും നഷ്ടപ്പെട്ട സനൂപ് എന്ന യുവാവ്, ആ യുവാവിൻ്റെ ഈ ഒരു സ്ഥിതിക്ക് ഉത്തരവാദി ആരാണെന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ വകുപ്പ് മന്ത്രിയോട് ചോദിക്കും. ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ആരോഗ്യമന്ത്രിയാണോ സർജറി ചെയ്യുന്നത് എന്ന മറുപടി എത്ര ക്രൂരമാണ് ശ്രീ സലീം മടവൂർ? ഒരിക്കലും അല്ല. ആരോഗ്യമന്ത്രി നടപടി എടുത്തോ എന്നുള്ളതാണ്. ഇതിലെ ഏതെങ്കിലും പ്രതികളായിട്ടുള്ള ഉത്തരവാദികളായിട്ടുള്ള ഏതെങ്കിലും ഡോക്ടർമാരെ സ്വജനപക്ഷപാതം കാണിച്ച് മന്ത്രി രക്ഷപ്പെടുത്തിയോ ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ നമുക്ക് മന്ത്രിയെ കുറ്റപ്പെടുത്താം. ഏതൊക്കെ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തു എന്ന് അങ്ങും കൂടി മറുപടി പറയണം. ഷിബു മീരാൻ, എന്തൊക്കെയാണെങ്കിലും പ്രതിഷേധങ്ങൾ, തുടർ നടപടികൾ അതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നതുകൊണ്ടല്ലേ ഈ അതിവൈകാരിക പ്രകടനങ്ങൾ? അതിൽ നിങ്ങളും ഭാഗഭാക്കാണ്. അല്ല സ്മൃതി, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഇവിടെ ഇരിക്കുന്നു. ഒരു അതിവൈകാരിക പ്രകടനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല.
എന്നാൽ നമ്മുടെ കൂടെ ഒരാൾ ചർച്ചയിലിരിക്കുന്നു, അവിടെ ഒരു ഇവന്റ് ഉണ്ടാവുന്നു, നിങ്ങളത് കവർ ചെയ്യുന്നു. അതിനിപ്പോൾ ഇതൊക്കെ കേൾക്കാനും കാണിക്കാനുമാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി? അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ ചർച്ച അവസാനിച്ചിട്ട് കല്ലും കുറുവടി എടുത്ത് SFIക്കാരോട് അങ്ങോട്ട് പുറപ്പെടുക. ഇങ്ങനെ ക്യാമറ കണ്ണുകൾ കേരളം മുഴുവൻ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഈ പ്രൈം ടൈമിൽ ഇത്തരം തോന്നിയാസങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടല്ലേ എന്ന് സ്വന്തം കുട്ടിസഖാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ഇരിക്കുന്ന CPM പ്രതിനിധിക്ക് വേറെ നിവൃത്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ LDF പ്രതിനിധി അദ്ദേഹം പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി തലങ്ങും വിലങ്ങും ഈ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ അവിടെ ആവശ്യത്തിന് അധ്യാപകരില്ല, ഡോക്ടർമാരില്ല. അതുകൊണ്ട് ഞങ്ങൾ ചില ക്രമീകരണം വരുത്തുന്നതിന്റെ ഭാഗമായി ഉഷ, വിനോദിനി, ഹർഷീന, സുമയ്യ, വേണു, ജംസീർ തുടങ്ങിയ ചില പേരുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ കൃത്യമാണ്. പിന്നെ 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചു. 10 കൊല്ലം ഞങ്ങൾ ഇരുന്നിട്ട് ഞാൻ പറയട്ടെന്നേ, ഞാൻ സംസാരിക്കട്ടെ, എന്റെ ഊഴല്ലേ, ഞാൻ സംസാരിക്കട്ടെ എന്നാണല്ലോ. അപ്പൊ 10 വർഷത്തിനിടയിൽ മതിയായ ഡോക്ടർമാരെ ക്രമീകരിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ പറയുന്നതെങ്കിൽ പണി നിർത്തി വേറെ പണിക്ക് പോകണം എന്നാണ് ഈ സമരത്തിലൂടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് കേരളം കണ്ടതാണ്. സ്മൃതി 3 പേരെ ശിക്ഷിച്ചു. ഇവിടെ ഗോവിന്ദമാഷ് ഇതേ ചർച്ചയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഗോവിന്ദമാഷിന്റെ പ്രകാശ് മാഷ്. എന്താണെന്നറിയോ? പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് തെളിവ് പുറത്തു വരട്ടെ, അതുവരെ KSUക്കാർ സംശയമുനയിൽ നിൽക്കണമെന്നാണ്. ഇത് പോലീസ് അന്വേഷിച്ച കേസാണ്, തെളിവെടുത്ത കേസാണ്, ശിക്ഷിച്ച കേസാണ്. ഉമ്മൻചാണ്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന കേരളം കണ്ടതാണ്. ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ ഫർഹീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് കേരളം കണ്ടതാണ്. കേരളത്തിലുടനീളം നിങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഇപ്പോഴും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ണൂർ ജില്ലയിൽ സ്മൃതി സമരത്തിന്റെ ഭാഗമായിട്ട് പച്ച ജീവനോടെ 4 മനുഷ്യരെ ബസ്സിലിട്ട് ചുട്ടുവന്നിട്ടുണ്ട് ഈ CPM. ഇവിടെ 10 ഉണ്ടായില്ലല്ലോ. ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നു, ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിന്റെ വിഷ്വൽസും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകളും KSUക്കാരാണ് എന്ന് ബോധ്യപ്പെടുന്നത് വരെ, പുറത്തു വരുന്നത് വരെ ഇവരുടെ ഈ വേട്ടയ്ക്ക് KSUക്കാർ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ കൈ കെട്ടി നോക്കുക. നേരെ മറിച്ച് അവരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ തള്ളി പറയാനും മടിയില്ല. പക്ഷെ അങ്ങനെ ഒരു ദൃശ്യമില്ലാത്തിടത്തോളം ഇത് KSUക്കാരാണ് എന്ന നിലക്കുള്ള ഒരു നരേഷനും വിശ്വാസയോഗ്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ആക്രമണം ഉണ്ടാവുന്നു, തൊട്ടുകൂടെ DCC ഓഫീസിന് മുന്നിൽ SFIക്കാരെത്തുന്നു, വ്യാപകമായി സംസ്ഥാനം മുഴുവൻ ആക്രമണം നടത്തുന്നു. ആരോഗ്യമന്ത്രിയുടെ വലിയൊരു ഇരവാദം ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. അവർ സ്ത്രീയാണ്, അവരെ ശാരീരികമായി കയ്യേറ്റം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സമരങ്ങളെ ആരോഗ്യവകുപ്പ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ട ഏതോ തിരക്കഥയുടെ ഭാഗമായിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് സംശയിക്കുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ, സ്വകാര്യ മേഖല നടത്തുന്ന കൊടും അഴിമതി തനിക്ക് ബോധ്യമുണ്ടായിട്ടും അത് ഒളിച്ചു വെച്ച് സ്വകാര്യ മേഖലയ്ക്ക് ഒത്താശ ചെയ്ത ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. അവരല്ല ഇന്നലെ പ്രസംഗിച്ചത്. ഇവിടെ തിരുവനന്തപുരത്തും എറണാകുളത്തും 1-2 ആശുപത്രികൾ ആംബുലൻസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാണ് എന്ന് പറഞ്ഞില്ലേ ഇവർക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഒരു പൊതു പ്രസംഗത്തിൽ ഇവർ പറയുമോ? അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മൈക്കിൽ പ്രസംഗിക്കലാണോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ജോലി? ഈ കാട്ടുകൊള്ള കമ്മീഷൻ ഏജന്റുമാരായിട്ട് ആംബുലൻസ് ഡ്രൈവർമാരെ നിയോഗിച്ചത് അത് വെളിച്ചത്ത് കൊണ്ടുവരാതെ അതിന് ഒത്താശ ചെയ്ത ആരോഗ്യമന്ത്രിയാണ് കേരളത്തിന്റെ സ്വകാര്യ കുത്തകയ്ക്കും വിദേശ നിക്ഷേപകർക്കും വേണ്ടിയിട്ട് വിടുപണി എടുക്കുന്നത്. അതിന് പകരം ഈ കണ്ട പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീര്, ആ ചോര, അവരുടെ യാതനകൾ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ആരോഗ്യമന്ത്രി പറയുന്നതിനൊക്കെ റാൻ മൂളണമെന്നാണെങ്കിൽ ആ ഫ്യൂഡൽ കാലഘട്ടങ്ങൾ കേരളം കടന്നു പോന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോ. ആരോഗ്യമന്ത്രിക്കെതിരെ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഈ സംസ്ഥാനത്തെ ഏത് മുഖ്യമന്ത്രിയും ഏത് മന്ത്രിയും ഏത് പൊന്നുതമ്പുരാനും ജനങ്ങൾക്ക് മുന്നിൽ ഓഡിറ്റബിൾ ആണ്. സമരങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളൂ, മനസ്സിലാക്കിക്കോട്ടെ. ശരി ഷമ്മാസ്, KSUവിന്റെ അടുത്ത പ്രതിഷേധ പരിപാടി എന്താണ്? ഇപ്പോൾ വ്യാപകമായി എതിർ പ്രതിഷേധങ്ങളും ശക്തമായി കേരളം അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർ പ്രതിഷേധം എന്നുള്ള നിലയിലല്ലല്ലോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു സ്വാഭാവിക കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തിരക്കഥ, ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും ഈ റിപ്പോർട്ടർ ചാനലിന്റെ വേദിയിൽ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിക്ക് ഒരു തരത്തിലുള്ള പരിക്കും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരായി മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പൊ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പോലീസ് സംവിധാനം. ഇവിടെ ജില്ലാ ആശുപത്രിയിൽ മന്ത്രിയുടെ മൊഴിയെടുക്കുന്ന ആരാന്നറിയോ? കടമ്പേരി രാജേഷ് എന്ന് പറയുന്ന അസോസിയേഷൻ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നിന്നിട്ട് പറയാണ്, എന്ത് ഇതാ ഈന്ന വകുപ്പിട്,
ഇന്ന രീതിയിലേക്കുള്ള സെക്ഷനുകൾ അതിനകത്ത് കൂട്ടിച്ചേർക്ക്, BNS-ന്റെ ഇന്ന വകുപ്പിട്ടാൽ ഇന്ന രീതിയിലാവും, ജാമ്യം കിട്ടാൻ കുറച്ചും കൂടെ ദിവസം കഴിയും എന്ന രീതിയിലേക്ക് കൃത്യമായ ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതാക്കളുടെയും ഒത്താശയോടുകൂടി മന്ത്രിയുടെ മൊഴി ഉൾപ്പെടെ എടുത്ത് KSU നേതാക്കളെയൊക്കെ കേസിൽപ്പെടുത്തി അങ്ങ് ജയിലിൽ കടത്തിയിട്ട് ഇതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാന്നുള്ള ധാരണയൊന്നും തൽക്കാലം CPM-ന് വേണ്ട. പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഇവിടുന്ന് ഓഫീസിന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഈ പറഞ്ഞ അക്രമവുമായി വന്നിട്ട് ഓഫീസ് ആക്രമിച്ച കടന്നു വന്ന SFI-കാരനും DYFI-കാരനും ഈ പറഞ്ഞ പ്രകാശ മാഷ് ഇവിടെ വലിയ പ്രസംഗം നടത്തിയല്ലോ. മാഷിന്റെ ഈ പറഞ്ഞ തനി കൃത്യമായ ഭാഷ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇമാതിരി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ഇമാതിരി തോന്നിയവാസം കാട്ടിക്കൂട്ടാനാണ് മാഷും CPM നേതാക്കന്മാരും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതെങ്കിൽ, ഈ നാടകവുമായി ഇറങ്ങി തിരിച്ചതെങ്കിൽ ഞങ്ങളും കയ്യും കെട്ടി നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ വൈകാരികമായ ഏറെ, നിങ്ങളിപ്പോ വീണ ജോർജ് വലിയ വൈകാരികം വനിത, ഞങ്ങളുടെ മന്ത്രി നേതാവ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇല്ലാക്കഥ നിറഞ്ഞ് വൈകാരികത കൊള്ളുന്നുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനേക്കാളേറെ ഞങ്ങൾ സ്നേഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനകത്തേക്ക് ഈ തെമ്മാടി കൂട്ടം ഈ പറഞ്ഞ കുറുവടിയും കല്ലും എടുത്ത് ആക്രമിക്കാൻ വരുമ്പോ, ഓഫീസിനകത്തേക്ക് ചില്ലുകൾ അടിച്ചു പൊളിക്കുമ്പോ അതൊന്നും കണ്ടിട്ട് ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ധാരണ മാഷക്കും വേണ്ട, മാഷയുടെ വലിയ മാഷക്കും വേണ്ട. ഇവിടെ CPM കെട്ടിപ്പോക്കിയിട്ടുണ്ടല്ലോ കുറെ ചില്ലു കൊട്ടാരം പോലെ ഒരുപാട് കോടിക്കണക്കിന് രൂപ അഴിമതി പണം കൊണ്ട് കെട്ടിപ്പോക്കി ഓഫീസുകൾ തകർക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ പോരെ. ഈ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ ഒന്ന് മനസ്സ് വെച്ചാൽ അടിച്ചു പൊളിക്കുന്നതിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഇതുപോലുള്ള പോലീസിന്റെ ഒത്താശ വേണോ? ഇവിടെ കടന്നു വന്ന പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ട് ഈ ഓഫീസിന് മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഈ തോന്നിയവാസം മുഴുവൻ കാട്ടിക്കൂട്ടി സംസ്ഥാനത്തുടനീളം ഈ ആരോഗ്യമന്ത്രിയുടെ പേരും പറഞ്ഞ് ഈ നടിയുടെ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായ വീണ ജോർജിന്റെ ഇതൊരു ശരിയായ പ്രതികരണമാണോ ഷമാസ്? ഇതൊരു ശരിയായ പ്രതികരണമാണോ? ഇപ്പോൾ സ്കൂൾ കാലത്തെ മോണോ ആക്ടിന്റെ ചിത്രമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് സൈബർ രംഗത്തെ ഞാൻ ചോദിക്കുകയാണല്ലോ ശ്രീ സലീം മടവൂർ, സൈബർ പോരാളികളുടെ ഭാഷയിൽ ആണോ KSU ഈ വിഷയത്തെ കാണേണ്ടത്? നിങ്ങൾ ഗൗരവത്തിലുള്ള ഒരു വിഷയം ഉന്നയിച്ചാണ് ഈ പ്രതിഷേധമെങ്കിൽ അതിൽ നിൽക്കുക. ഇതൊരു ശരിയായ സമീപനമല്ല. താങ്കൾ ചർച്ച നടത്തുമ്പോ പറയൂ. ഞങ്ങളുടെ നിലപാടും തൽക്കാലം താങ്കൾ അടക്കണ്ട. സ്മൃതി, താങ്കൾ ചർച്ച നടത്തുമ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിലേക്ക് കല്ല് വന്ന് വീണ സ്മൃതിയുടെ വികാരം എങ്ങനെയായിരിക്കും? ഞാൻ ചോദിച്ചല്ലോ, ശ്രീ എം പ്രകാശിനോട് ചോദിച്ചല്ലോ. അതുകൊണ്ട് അമ്മാതിരി ഞങ്ങളുടെ നിലവാരവും തൽക്കാലം നിങ്ങൾ ഇറക്കാൻ നിൽക്കണ്ട. അല്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞ ആരോഗ്യമന്ത്രി, നടന്നുപോയ ആരോഗ്യമന്ത്രി പിന്നീട് വാഹനത്തിൽ വരുന്നു, വീൽ ചെയറിൽ പോകുന്നു, കടന്നു പോകുന്നു, ICU-ലായി. എന്തോ മഹാഭാഗ്യത്തിന് കേരളത്തിൽ ആരോഗ്യരംഗത്തെ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കൊക്കെ ഉണ്ട്. മന്ത്രിയെ കൊണ്ടുപോയത് പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണെങ്കിൽ ഉറപ്പായും സ്മൃതി മന്ത്രി വെന്റിലേറ്ററിലാണെന്നുള്ള വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വന്നേനെ. ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, മന്ത്രിക്ക് ഒരു തരത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലുള്ള പ്രയാസവും മന്ത്രിക്ക് ഉണ്ടായിട്ടില്ല. പോലീസ് സംരക്ഷണത്തിലായിരുന്നു മന്ത്രി. ഇപ്പൊ KSU നേതാക്കളെ കള്ളക്കേസിൽ കൂടുതൽ ജയിലിലടച്ച് ഈ നാട്ടിലെ പാർട്ടി ഓഫീസും കോൺഗ്രസ് ഓഫീസും ഒക്കെ തച്ച് തകർത്ത് അങ്ങനെ അങ്ങ് വിലസ് നടക്കാന്നുള്ള ധാരണ ഒരു SFI-കാരനും ഒരു DYFI-കാരനും വേണ്ട. എങ്ങനെയാ നേരിടണമെന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. പരസ്പരം വെല്ലുവിളികൾ അത് അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീ എം പ്രകാശൻ, പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ പൊതുയോഗയാത്രയുടെ വേദിയും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗയാത്ര സ്വാഗത സംഘം ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. അതിൽ DYFI SFI പ്രവർത്തകരുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സംഭവമായിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു ആരോപണം പറയുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലെ ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ച നിലയിലുണ്ട്. അപ്പോൾ ഇതിൽ പോലീസ് ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി വരികയാണ്. ഇത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രൂപത്തിലേക്ക് നീങ്ങുകയാണോ ശ്രീ എം പ്രകാശൻ? ഇവിടെ വായക്ക് പകരം കോളാമ്പി ഫിറ്റ് ചെയ്ത സലീമിന് മറുപടി പറയാൻ ഞാനില്ല. ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സലീം മടവൂർ അങ്ങേക്കൊപ്പമാണ് കേട്ടോ. അങ്ങേക്ക് പേര് തെറ്റി, അത് മുഹമ്മദ് ഷമ്മാസ് ആണ്. സോറി, മുഹമ്മദ് കോൺഗ്രസ് അല്ലേ, യൂത്ത് കോൺഗ്രസ് അല്ലേ? സോറി, ഞാനവരെ കാണുന്നില്ലല്ലോ. ഞാനിവിടെ ഒറ്റക്കിരുന്നിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. മുഹമ്മദ് ഷമ്മാസ് നടക്കുന്ന കാര്യം ഇപ്പോ അഞ്ചെട്ട് പേരുകൾ പറഞ്ഞല്ലോ. അഞ്ചെട്ട് പേരുകളുടെ പേരുകൾ ഇവിടെ വീട്ടിലോ പോയി പറഞ്ഞാൽ
ഷമാസിന്റെ വായെ പറ്റി ഞാൻ ഷമാസിന്റെ വായെ പറ്റി ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇവിടെ ഈ പറഞ്ഞ 5-8 കേസുകൾ ശരിയാണ്, വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലത്ത് ഈ കഴിഞ്ഞ 4.5 കൊല്ലക്കാലം 24.78 ലക്ഷം പേരെ കേരളത്തിൽ ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ ഒരു 100 പേർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. മെഡിക്കൽ നെഗ്ലിജൻസ് സംബന്ധിച്ച് ആഗോളാടിസ്ഥാനത്തിൽ കണക്കുണ്ട്. ആ കണക്ക് പുറപ്പെടുവിക്കുന്നത് WHO ആണ്. WHO പറയുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് മരിക്കുകയും തകരാറാവുകയും ചെയ്യുന്നവരുടെ ലോകാടിസ്ഥാനത്തിലുള്ള ശതമാനം 10 ആണ്. ഇന്ത്യയിൽ അവരുടെ ശതമാനം 12 ആണ്. താരതമ്യേന ഏറ്റവും കുറഞ്ഞത് 0.2 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം ആ 0.2 വരുന്നതാണ്. ഇവിടെ ഈ കേരളത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ അതിനെ വെച്ചുകൊണ്ട് മെഡിക്കൽ നെഗ്ലിജൻസ് മാത്രമാണ് ഇവിടെ എന്ന് സ്ഥാപിക്കുന്നത് ശരിയല്ല. 25 ലക്ഷം ആളുകൾ ചികിത്സിക്കുമ്പോൾ 10 പേര് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് അതാണ് ജനറലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗിയെ ചികിത്സിക്കുന്നതിനിടയിൽ അയാൾ മരിച്ചുപോയി, ഡോക്ടർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമോ? നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് 10,000 പേരെ രക്ഷിക്കുമ്പോൾ അവഗണിക്കാവുന്ന 10% വരും ഉഷ ജോസഫും ഹർഷീനയും സുമയ്യയും ബിന്ദുവും വിനോദിനിയും ബിസ്മിനും ഒപ്പം തന്നെ സനൂപും എന്ന് വേണം കരുതാനല്ലേ? അതിൽ 10 അല്ല, അത് 0.2 ഉള്ളൂ. കേരളത്തില് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം 10,000 പുതിയ പോസ്റ്റുകൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 80,000 കോടി രൂപയുടെ ചെലവ് വന്നിട്ടുണ്ട് ആരോഗ്യരംഗത്ത്. ഡോക്ടർമാരുടെ സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് ശ്രീ എം പ്രകാശൻ. അതൊന്നും കാണാതെ അതുകൊണ്ട് എന്താ സമരം ഏത് കാലത്ത് ഇല്ലാത്ത ഇനിയും നടക്കുമല്ലോ. ഇനി ആവശ്യങ്ങൾ വെച്ച് സമരം നടക്കണ്ടേ? ശരി, നിങ്ങൾ ഏതായാലും ജനങ്ങളോടാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അങ്ങപ്പോൾ ജനങ്ങളോടാണല്ലോ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനം വിലയിരുത്തട്ടെ ശ്രീ എം പ്രകാശൻ. യഥാർത്ഥ ദൃശ്യങ്ങൾ, സത്യം പുറത്തു വരട്ടെ. നമുക്ക് വരും ദിവസവും ഇരിക്കാം. നമുക്ക് റെയിൽവേയുടെ CCTV ദൃശ്യങ്ങൾക്കായി കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ എം പ്രകാശൻ, ശ്രീ പി മുഹമ്മദ് ഷമാസ്, ഷിബു മീരാൻ, ഒപ്പം തന്നെ സലീം മടവൂർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.